നാം ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. ദൈവവചനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം ദൈവവചനത്തിൻ്റെ പ്രാധാന്യം. ദൈവം പറഞ്ഞ വാക്കുകൾ, മനുഷ്യനെ പറ്റിയുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? പിന്നെയും 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 ദൈവം പറഞ്ഞു എന്ന വാക്ക് നമുക്ക് കേൾക്കാം. അത് ദൈവം സംസാരിച്ച ദൈവത്തിൻ്റെ വചനമാണ്. അത് സൃഷ്ടിച്ചു. വെളിച്ചമുണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പം അപ്പോൾ തന്നെ വെളിച്ചമുണ്ടായി. വെള്ളത്തിന് മീതെ ഒരു വിധാനം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ ആകാശം സൃഷ്ടിച്ചു. ആകാശത്തിന് കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉണങ്ങിയ നിലമുണ്ടായി. അങ്ങനെ നിങ്ങൾക്ക് കാണാം, പാപം മൂലം നഷ്ടപ്പെട്ടു പോയ ഈ ലോകത്തെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം വാക്കിനും 2-ാം വാക്കിനും മധ്യേ പിശാചിൻ്റെ വീഴ്ച. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവം ഇതിനെ പുനഃസൃഷ്ടിക്കുകയാണ്. ഈ പുനർസൃഷ്ടി നടത്തിയത് ദൈവം പറഞ്ഞ വചനത്താലാണ്. അതുപോലെ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൂടെയാണ്. 2-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ തന്നെ ദൈവം സംസാരിച്ച വചനത്തിൻ്റെ ശക്തി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇത് പരമപ്രധാനമാണ്. ദൈവം സംസാരിച്ച ദൈവത്തിൻ്റെ വചനം, അത് വേദപുസ്തകത്തിലാണ് നാം കാണുന്നത്. നാം വേദപുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പം നിങ്ങൾക്ക് പിന്നെയും കാണാൻ കഴിയും ദൈവവചനത്തിന് വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ അവസാന ഖണ്ഡിക, വെളിപാട് പുസ്തകം 22-ന്റെ 18-ഉം 19-ഉം ഈ ദൈവവചനത്തിലെ വാക്യങ്ങളോട് നമുക്കുണ്ടായിരിക്കുന്ന മനോഭാവത്തെക്കുറിച്ച് പറയുന്നു. പ്രത്യേകിച്ച് വെളിപാട് പുസ്തകത്തെ, മുഴുവൻ വേദപുസ്തകത്തെക്കുറിച്ചും അങ്ങനെ തന്നെയാണ്. നമ്മെ ദൈവം അനുവദിച്ചിട്ടില്ല ദൈവവചനത്തോടൊന്നും കൂട്ടുവാനോ അതുപോലെ കുറയ്ക്കുവാനോ. നിങ്ങളിതിനോടൊന്നും കൂട്ടരുത്, അങ്ങനെ കൂട്ടിയാൽ ഈ വേദപുസ്തകത്തിൽ പറയുന്ന ബാധ നിങ്ങൾക്കുണ്ടാകും. ഇതിലെന്തെങ്കിലും കുറച്ചാൽ ജീവവർഷത്തിൻ്റെ അംശം അവനിൽ നിന്ന് എടുത്തു മാറ്റും. അങ്ങനെ 1-ാമത്തെ അധ്യായത്തിലും അവസാന അധ്യായത്തിലും നമുക്ക് കാണാൻ കഴിയും ദൈവവചനത്തിന് വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. നമുക്ക് കാണാൻ കഴിയും യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയിൽ നമുക്ക് കാണാം അവൻ്റെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ. അത് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അവന് 12 വയസ്സുള്ളപ്പം അവൻ ദേവാലയത്തിൽ 12 വയസ്സ് പ്രായമായ യേശു ശാസ്ത്രിമാരോട് സംസാരിക്കുന്നു. അവൻ അവരോട് സംസാരിച്ചത് ദൈവവചനത്തെ പറ്റിയായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അവിടെ 46-ാം വാക്യത്തിൽ അവൻ ഉപദേഷ്ടാക്കന്മാരുടെ മധ്യേ ഇരിക്കുകയും അവരെ കേൾക്കുകയും ദൈവവചനത്തിൽ നിന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ഇവിടെ കാണുന്നത് ആരംഭത്തിൽ തന്നെ ബാലനായിട്ടുള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുന്ന ചിത്രം വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരാളായിട്ടാണ് നാം കാണുന്നത്. ദൈവവചനത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു, ഒരുപക്ഷെ ദൈവവചനം വിവരിച്ചു കൊടുക്കുന്നു. അവിടെ വായിക്കുന്നു, അവനെ കേട്ടവർക്കൊക്കെ അത്ഭുതം തോന്നി അവൻ്റെ വിവേകത്തിലും അവൻ കൊടുത്ത ഉത്തരങ്ങളിലും. അതുകൊണ്ട് യേശുക്രിസ്തു ഒരു ബാലനായിരുന്നപ്പോൾ തന്നെ വേദപുസ്തകത്തെ വളരെ ശ്രദ്ധാപൂർവം അവൻ പഠിച്ചു. ആ നാളുകളിൽ അത് പഴയ നിയമമായിരുന്നു. നമ്മുടെ കയ്യിലുള്ള ഇതുപോലെ ഒരു വേദപുസ്തകം അവൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ വായിക്കാൻ കഴിയുമായിരുന്നില്ല. പഴയ നിയമത്തിൻ്റെ വളരെ കുറച്ച് കോപ്പികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കയ്യെഴുത്ത് പ്രതികളായിരുന്നു, ഓല പോലെയുള്ള വസ്തുക്കളിൽ. അത് വാങ്ങുക വളരെ പ്രയാസമായിരുന്നു. സിനഗോഗുകളിൽ മാത്രമേ അത് സാധാരണ ഉള്ളൂ. അതുകൊണ്ട് ഈ സിനഗോഗുകളിൽ അവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, സൺഡേ സ്കൂൾ പോലെ. അവിടെ അവർക്ക് ഇത് വായിച്ച് കേൾക്കാൻ അവസരമുണ്ടായിരുന്നു. ഈ 12 വർഷങ്ങളും യേശുവിനെ അങ്ങനെ മാത്രമേ ദൈവവചനം കേൾക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതവൻ ശ്രദ്ധാപൂർവം കേട്ടു, അത് പഠിച്ചു, അങ്ങനെ വേദപുസ്തകം മനസ്സിലാക്കി. അത് അവൻ ജീവിതകാലം മുഴുവൻ തുടർന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അവന് 30 വയസ്സുള്ളപ്പം തൻ്റെ ശുശ്രൂഷ തുടങ്ങിയപ്പം അവിടെയും നമ്മൾ കാണുന്നു
തൻ്റെ ശുശ്രൂഷ താൻ തുടങ്ങിയപ്പം ദൈവവചനത്തിന് തന്നെ പ്രാധാന്യം കൽപ്പിക്കുന്നു. താൻ സ്നാനപ്പെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ മരുഭൂമിയിലേക്ക് ഉപവസിക്കുവാനായിട്ടും 40 ദിവസം പ്രാർത്ഥിക്കാനായിട്ടും, ആ 40 ദിവസം കഴിഞ്ഞപ്പം പിശാച് അവനെ പരീക്ഷിക്കാൻ വന്നു. തൻ്റെ പുത്രനെക്കുറിച്ചുള്ള അവൻ്റെ ഉദ്ദേശമായിരുന്നു അത്. പിശാച് ചില പരീക്ഷകളുമായിട്ട് അവൻ്റെ അടുക്കിലേക്ക് വന്നു. യേശു അതിന് മറുപടി പിശാചിനോട് ദൈവവചനമാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാണ് എൻ്റെ ഉത്തരം. ഞാൻ വിശപ്പുള്ളവനായതുകൊണ്ട് ഈ കല്ലിനെ അപ്പമാക്കാൻ നീ എന്നെ പരീക്ഷിക്കുന്നു. 40 ദിവസമായിട്ട് ഞാനൊന്നും ഭക്ഷിച്ചിട്ടില്ല. ഞാൻ ജീവിക്കുന്നത് ദൈവവചനം കൊണ്ടാണ്. ആവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലെ വാക്യം അവൻ പറഞ്ഞു. അവിടെ പറയുന്നു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യം, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും. അത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണും. ഇത് ആവർത്തന പുസ്തകം 8-ാം അധ്യായം 3-ാം വാക്യത്തിൽ നിന്നാണ്. എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്? ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും. ഇതാണ് യേശു ആദ്യം വായി തുറന്ന് പറഞ്ഞത്. തൻ്റെ ശുശ്രൂഷ തുടങ്ങിയ ശേഷം വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു. തൻ്റെ സ്നാനത്തിന് ശേഷം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നമുക്ക് പറയാം ജീവിതത്തിന് ആവശ്യമുള്ള മറ്റെല്ലാ കാര്യവും, നമ്മുടെ പുറത്തുള്ള ജീവിതത്തിന് അത് മതിയാകില്ല. മനുഷ്യൻ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടുമാണ്. മറ്റൊരു വാക്കിൽ, ദൈവം എന്നോട് പറഞ്ഞ ഏതെങ്കിലും കാര്യം ഞാൻ നഷ്ടപ്പെടുത്തിയാൽ ആ അളവിൽ എനിക്ക് അനുഭവിക്കാൻ കഴിയില്ല ഞാൻ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ദൈവത്തിൻ്റെ അപൂർണത. ഇതുകൊണ്ടാണ് അനേക ക്രിസ്ത്യാനികളുടെ ജീവിതം വളരെ ഉപരിവിപ്ലവമായിരിക്കുന്നത്. അവർക്കറിയില്ല ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിൻ്റെ നേട്ടത്തെക്കുറിച്ച്. അവർ ഭയമുള്ളവരായിട്ട് ജീവിക്കുന്നു, അവർ അനാഥരെ പോലെ ജീവിക്കുന്നു, അവർ പാപത്താൽ പരാജിതരാണ്. എന്താണ് ഇതിൻ്റെ എല്ലാം കാരണം? എന്തുകൊണ്ടാണ് അവരുടെ ഭവനത്തിൽ ഇത്ര ചിന്താക്കുഴപ്പം? എന്തുകൊണ്ടാണ് അനേക ക്രിസ്ത്യാനികളുടെ മക്കളെ തെറ്റായ വഴികളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇതിൻ്റെ എല്ലാം ഉത്തരം അതെല്ലാം ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. അനേകം ക്രിസ്ത്യാനികളും ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ദൈവവചനം പഠിക്കുന്നതിനും അത് സ്വീകരിക്കുന്നതിലും. അങ്ങനെയെങ്കിൽ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. യേശു ഇതിനെ ഭക്ഷണത്തോടാണ് താരതമ്യപ്പെടുത്തിയത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നാം ശക്തരാകാൻ ഭക്ഷണം ആവശ്യമാണ്. നമുക്ക് ജീവിക്കാൻ ഭക്ഷണം ആവശ്യമാണ്, ഈ ലോകത്തിൽ ജീവിച്ചിരിക്കാൻ. യേശു ദൈവവചനത്തെ അതിനോടാണ് താരതമ്യപ്പെടുത്തിയത്. ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ ഭക്ഷണം ആവശ്യമാണ്. ഇവിടെ ഭക്ഷണത്തെക്കാൾ കൂടുതൽ ആവശ്യമുള്ള ഒരു കാര്യമുണ്ട്, അത് ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളുക എന്നുള്ളത്. 2-ാമത്തെ പ്രാവശ്യം പിശാച് അവൻ്റെ അടുക്ക വന്ന് അവനെ പരീക്ഷിച്ചപ്പം ദൈവവചനം തന്നെയാണ് പറയുന്നത്. പിശാച് ഇത് കണ്ടപ്പം യേശു ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരാളാണെന്ന് അവനും ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. യേശുക്രിസ്തുവിനെ തെറ്റിച്ച് കളയാൻ വേണ്ടി. എന്തുകൊണ്ടാണ് നീ ദേവാലയത്തിന് മേളിൽ നിന്ന് ചാടാത്ത? കാരണം ഇങ്ങനെ എഴുതിയിട്ടില്ലേ, അവൻ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. മത്തായിയുടെ സുവിശേഷം 4:6. അപ്പോൾ യേശു പറഞ്ഞു, ഇങ്ങനെയും കൂടെ എഴുതിയിട്ടുണ്ട്, മറിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. യേശുക്രിസ്തുവിൻ്റെ ആ മറുപടിയിലൂടെ നാം വേദപുസ്തകത്തെക്കുറിച്ച് മറ്റു ചില കാര്യങ്ങൾ പഠിക്കുന്നു. അത് പിശാച് ദൈവത്തിൻ്റെ ഒരു വചനം നിങ്ങളോട് പറയാം, ആ സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഈ 2000 വർഷമായിട്ട് ഇതിൻ്റെ അനേക ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദുരുപദേശം പഠിപ്പിക്കുന്നവരും പല ഗ്രൂപ്പുകളും തെറ്റായിട്ടുള്ള അനേക കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു വാക്കുണ്ട്. അതിന് ചുറ്റും ഒരു ഉപദേശം പൊക്കിക്കെട്ടും. ആ ഉപദേശം കൊണ്ടൊരു മതവിഭാഗം തന്നെ ഉണ്ടാക്കും. അവർ മനസ്സിലാക്കുന്നില്ല പിശാചാണ് ആ വാക്ക് അവരോട് പറയുന്നതെന്ന്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് നാം പഠിക്കുന്ന മുഴുവൻ സത്യം എന്ന് പറയുന്നത് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതിലല്ല. ഇത് എഴുതിയിരിക്കുന്നു, എന്നാൽ ഇങ്ങനെയും എഴുതിയിരിക്കുന്നു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നാം വചനത്തെ വചനം കൊണ്ട് തുലനം ചെയ്യണം, നമുക്ക് ദൈവത്തിന് മുഴുവൻ മനസ്സറിയാനായിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ദൈവവചനം സൂക്ഷ്മമായി പഠിക്കണം. 2 തീമോഥെയോസിൽ ഇങ്ങനെ പറയുന്നു, 3-ാം അധ്യായത്തിൽ 16-ാമത്തെ വാക്യം, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീകമാകയാൽ ദൈവത്താൽ എഴുതപ്പെട്ടതാണ്. ഈ പുസ്തകം വ്യത്യസ്തമാണ്. വേദപുസ്തകം
ഒരുമിച്ച് ചേർക്കപ്പെട്ട ഈ 66 പുസ്തകം കൂടുന്ന വേദപുസ്തകം, ദൈവത്തിൻ്റെ ശ്വാസം ഈ വചനത്തിലുണ്ട്. ഇത് വെറും വാക്കുകളല്ല. ഇതിൻ്റെ അർത്ഥം ദൈവശ്വാസികം എന്ന് പറഞ്ഞാൽ ദൈവം ഊതി, ഈ വചനങ്ങളുടെ മേൽ ദൈവം ഊതി. ഇതുപോലെ ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പം അവൻ കുറച്ച് മണ്ണെടുത്തു, അവൻ ഒരു മനുഷ്യൻ്റെ രൂപം ഉണ്ടാക്കി. കണ്ണുകളും കൈകളും തലയും കാലും എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അത് മനുഷ്യനായില്ല. എന്നാൽ ദൈവം അവനിലേക്ക് ഊതി, അപ്പോൾ അവൻ പെട്ടെന്ന് ഒരു ജീവനുള്ള മനുഷ്യനായി. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനവും. ഇതുപോലെ ആദാമിൽ ദൈവത്തിൻ്റെ ശ്വാസം വന്നപ്പോൾ, ഇതുപോലെ തന്നെ യേശുവും തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷമായപ്പോൾ അവൻ അവരുടെ മേൽ ഊതി പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. 2 തീമോത്തിയോസ് 3:16 പറയുന്നു, ദൈവത്തിൻ്റെ വചനവും ഇതുപോലെ ദൈവം ഊതിയതാണ്. അതുകൊണ്ട് ഇതിൽ ജീവനുണ്ട്. ആദാമിൽ ജീവൻ ഉണ്ടായിരുന്നതുപോലെ യേശു ഊതിയ ആ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നതുപോലെ തന്നെ. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം അത് വെറും കഥയല്ല, അത് വെറും വാക്കുകളല്ല. ദൈവവചനത്തിൽ ഒരു വാഗ്ദാനം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശ്വാസം ആ വാഗ്ദാനത്തിലുണ്ട്. ആ വചനത്തിനൊരു ശക്തിയുണ്ട്, വളരെ ശക്തി ദൈവവചനത്തിനുണ്ട്. നാം വായിക്കുന്നു എബ്രായർ 4 ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ വചനം അത് ജീവനും ചൈതന്യവുമുള്ളതാണ്. എബ്രായർ 4:12 അത് ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ചറിയാം. ദൈവത്തിൻ്റെ വചനം അതൊരു ടോർച്ച് ലൈറ്റ് പോലെയാണ്. അത് ജീവനും ചൈതന്യമുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെ പരിശോധിക്കാൻ കഴിയും. അത് ഒരു സ്കാൻ മെഷീൻ പോലാണ്. നമുക്ക് ഇപ്പോൾ അനേക സ്കാൻ മെഷീനുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ സ്കാൻ ചെയ്ത് നമ്മുടെ ഉള്ളിലുള്ള കുഴപ്പത്തെ പറയും. നമ്മുടെ രോഗനിർണയത്തിന് അത് വളരെ പ്രയോജനമാണ്. ദൈവത്തിൻ്റെ വചനവും ഏതാണ്ട് ഇതുപോലെയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് അത് പോയി നമ്മളെവിടെയാണ് തെറ്റിയെന്ന് അത് പറയും. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിന് മുമ്പാകെ തന്നെ തുറന്നു വയ്ക്കുന്ന ഒരു മനുഷ്യൻ, അവൻ അവൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങളെ കണ്ടെത്തും. അവന് പരിഹാരം കാണേണ്ടതായിട്ടുള്ള ആ മേഖലയിൽ ദൈവം അവനെ സഹായിക്കും. 2 തീമോത്തിയോസ് 3 പിന്നെയും പറയുകയാണ്, ഇതെല്ലാം അത് ദൈവശ്വാസീയമാകയാൽ അത് പ്രയോജനമുള്ളതാണ്. ഉപദേശത്തിന്, ശാസനത്തിന്, ഗുണീകരണത്തിന്, നീതിയുടെ അഭ്യാസനത്തിന്. ദൈവത്തിൻ്റെ വചനം നമ്മെ ശാസിക്കുന്നു, ഉപദേശിക്കുകയും അഭ്യസിപ്പിക്കുകയും ചെയ്യുന്നു. അത് ദൈവത്തിൻ്റെ പാതയിൽ നമ്മളെ മുന്നോട്ട് നടത്തുന്നു. അതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം നാം ദൈവത്തിൻ്റെ പുരുഷന്മാരും സ്ത്രീകളും നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന എല്ലാം ചെയ്യാൻ തക്കവണ്ണം നമ്മളെ യോഗ്യരാക്കി അവൻ തീർക്കും. അവൻ നമ്മെ പ്രാപ്തരാക്കും, നമ്മെ ശക്തരാക്കും, കഴിവുള്ളവരാക്കും. ദൈവത്തിൻ്റെ വചനം ഭക്ഷണം പോലെയാണ്. ദൈവത്തിൻ്റെ വചനം ഒരു വാള് പോലെയുമാണ്. നമ്മുടെ പിശാചിനോടുള്ള യുദ്ധത്തിൽ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം യേശു തന്നെയാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്ന ആ 3 പരീക്ഷകൾ നാം ഇവിടെ കാണുന്നു. അവൻ മറ്റൊരായുധം ഉപയോഗിച്ചില്ല, എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമല്ലാതെ. നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനം അറിയാമെങ്കിൽ നമുക്കവനെ ഓടിച്ചു കളയാൻ കഴിയും. അവൻ കൊണ്ടുവരുന്ന എല്ലാ ടെംപ്റ്റേഷനിൽ നിന്നും. എഴുതപ്പെട്ട ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നു, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും. 17-ാം വാക്യം എഫേസ്യ ലേഖനം 6:17 പറയുന്നു, ആത്മാവിൻ്റെ വാള് ഇതുകൊണ്ട് നമുക്ക് പിശാചിനോട് പോരാടാം. അവൻ ഉപയോഗിക്കുന്നത് ആ കാലത്തെ പട്ടാളക്കാരുടെ ഉപമയാണ്. ആ കാലത്ത് ഒരു പട്ടാളക്കാരനും വാളില്ലാതെ യുദ്ധത്തിന് പോകില്ലായിരുന്നു. അവൻ്റെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണത്. ആക്രമിക്കാനായി ഇവിടെ പറയുന്ന മറ്റെല്ലാ കാര്യങ്ങളും അത് അവരെ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളതാണ്. അവരുടെ കവചം, അവരുടെ ശിരസ്ത്രം, അവരുടെ കാലിന് ചെരുപ്പും. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം അവർ തന്നെ സുരക്ഷയ്ക്കാണ്. 13 മുതൽ 17 വരെ പറയുന്നു. എന്നാൽ അതിൽ ഒരായുധം അവിടെ പറയുന്ന ലിസ്റ്റിൽ, ദൈവത്തിൻ്റെ സർവായുധത്തിൽ, അത് ആക്രമിക്കാൻ, അങ്ങനെ നമുക്ക് ശത്രുവിനോട് പോരാടാൻ കഴിയും. അതാണ് ആത്മാവിൻ്റെ വാള്. ദൈവത്തിൻ്റെ വചനം അതൊരു വാളാണ്. അതുകൊണ്ട് പിശാചിനെ നമുക്ക് ഓടിച്ചു കളയാൻ കഴിയും. പിശാച് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവനെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് ഓടിച്ചു കളയാൻ കഴിയും. നിങ്ങൾക്കത് അറിയാമെങ്കിൽ, അവനോട് പറയേണ്ട വാക്യം അറിയാമെങ്കിൽ. യേശുവിന് ആ പ്രത്യേക വചനം അറിയാമായിരുന്നു. ഓരോ പരീക്ഷയിലും
അവൻ എങ്ങനെയാണത് കിട്ടിയത്? അവൻ ദൈവമായിരുന്നുകൊണ്ട് അമാനുഷികമായി കിട്ടിയതല്ല. ഓർക്കുക, യേശു മനുഷ്യനായിട്ട് ഭൂമിയിൽ വന്നപ്പം അവൻ വിട്ടുകളഞ്ഞു മനഃപൂർവമായിട്ട് ദൈവത്തിൻ്റെ ആ കഴിവുകളെ. അവൻ നിശ്ചയമായിട്ടും അപ്പോഴും ദൈവമായിരുന്നു. അവന് പാപമില്ലായിരുന്നു. അവൻ്റെ വ്യക്തിത്വത്തിൽ അവൻ ദൈവം തന്നെ ആയിരുന്നു. അവൻ്റെ വ്യക്തിത്വത്തിൽ അവൻ വിട്ടുകളഞ്ഞു ദൈവത്തിനുള്ള ആ വിഭവങ്ങൾ. നിങ്ങൾക്കറിയാമല്ലോ, സർവശക്തൻ, എല്ലാം അറിയുന്നവൻ, ജ്ഞാനം. അവൻ അതെല്ലാം വിട്ടുകളഞ്ഞു. കാരണം നമ്മളെപ്പോലൊരു മനുഷ്യനാകാൻ, അല്ലെങ്കിൽ അവൻ നമുക്ക് മാതൃകയാകാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ ഈ ഭൂമിയിലേക്ക് ഒരു ശിശുവായി വന്നപ്പം അവൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ വചനമൊന്നുമില്ലായിരുന്നു. മറ്റേതൊരു ശിശുവും ലോകത്തിൽ ജനിക്കുന്നത് പോലെ അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനമില്ലായിരുന്നു. ആ കുഞ്ഞ് ജ്ഞാനം പ്രാപിക്കുന്നത് എങ്ങനെയാണ്? വായിക്കുന്നതിലൂടെയോ കേൾക്കുന്നതിലൂടെയാണ്. അതുപോലെ തന്നെ യേശുവും ദൈവവചനം കൊണ്ട് അവൻ്റെ ഹൃദയത്തെ നിറച്ചത് അവൻ ഭൂമിയിൽ വളർന്ന നാളുകളിലായിരുന്നു. അങ്ങനെ അവൻ്റെ ഹൃദയത്തിൽ അവൻ സൂക്ഷിച്ചു വച്ച അനേക ദൈവത്തിൻ്റെ വചനം അവൻ്റെ ഹൃദയത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ആ പ്രത്യേക സമയത്ത് ആദ്യത്തെ പരീക്ഷയ്ക്ക് വേണ്ടി അതെടുത്തു. രണ്ടാമത്തെ പരീക്ഷയ്ക്ക് അവിടെ അനുയോജ്യമായിട്ടുള്ളൊരു വചനം, മൂന്നാമത്തെ പരീക്ഷയ്ക്ക് അനുയോജ്യമായിട്ടുള്ള മറ്റൊരു വചനം. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യത്തിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ സാഹചര്യത്തിലും. ഞാനിത് കഴിഞ്ഞ 47 വർഷമായിട്ട്, അതിനേക്കാൾ കൂടുതൽ, ഒരു ക്രിസ്ത്യാനിയായി, വീണ്ടും ജനിച്ചൊരു ക്രിസ്ത്യാനിയായി, ഞാനിത് പല പ്രയാസകരമായ സാഹചര്യങ്ങളിൽ, വലിയ ബുദ്ധിമുട്ടുകളിൽ, പരീക്ഷകൾ, പ്രശ്നങ്ങൾ, ഞാൻ കണ്ടു പരിശുദ്ധാത്മാവ് ഒരു വചനം പൊക്കിയെടുത്ത് എനിക്ക് നൽകുന്നു. എവിടെ നിന്നാണ് ഇത് പൊക്കിയെടുക്കുന്നത്? എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംഗ്രഹിച്ചിരിക്കുന്ന ദൈവവചനത്തിൽ നിന്നാണ്. അനേക വർഷങ്ങളായിട്ട് ഞാനിത് പഠിച്ച് അതെൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു. നമ്മുടെ ഓർമ്മശക്തി അത്ര നല്ലതല്ലാത്തതുകൊണ്ട് നമുക്കത് പിന്നെയും പിന്നെയും വായിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടി മാത്രമല്ല, ഒരേ ദൈവവചനത്തിൽ നിന്ന് ദൈവം നമുക്ക് പുതിയ വെളിച്ചം നൽകും. ഞാനിത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ദൈവവചനം ഒരേ വാക്യം ഒരുപക്ഷെ 25-ാമത്തെയോ 50-ാമത്തെയോ തവണ ഞാൻ അവിടെ ഒരു പുതിയ കാര്യം കാണുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ്. അത് സാധാരണ മനുഷ്യൻ്റെ കെമിസ്ട്രി ബുക്ക് പോലെ അല്ലത്. അവിടെ നിങ്ങളൊരു കാര്യം പഠിക്കുന്നു, നിങ്ങൾക്കത് മനസ്സിലായി, അതിനുശേഷം നിങ്ങൾ മുതിർന്ന ക്ലാസ്സിലേക്ക് പോകുന്നു. അരിത്മെറ്റിക്സ് ഒരിക്കൽ നിങ്ങൾ പഠിച്ചു, നിങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പഠിക്കുന്നു. ദൈവവചനം അങ്ങനെയല്ല. ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് അന്തമില്ലാത്ത ഒരു ആഴം പോലെയാണ്. അത് വറ്റിപ്പോകാത്ത നീരുറവയാണ്. നിങ്ങൾ ആ വചനത്തിലേക്ക് പോകുന്നു. ഒരു പക്ഷേ നിങ്ങൾ 100-ാമത്തെ പ്രാവശ്യം അത് വായിക്കുന്ന, എന്നാൽ നിങ്ങൾക്കൊരു പുതിയ വെളിപാട് അവിടെ കിട്ടുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചുകൊണ്ടേ ഇരുന്നാൽ പരിശുദ്ധാത്മാവ്, അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കണമെന്ന്. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ചാൽ പരിശുദ്ധാത്മാവ് എടുക്കും. ശരിയായ സമയത്ത് ശരിയായ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് തരും. ആ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് കൃത്യമായി വേണ്ടതായിരിക്കും അത്. അനേക ക്രിസ്ത്യാനികളും അവരുടെ ജീവിതത്തിൽ ദൈവവചനം സൂക്ഷ്മമായിട്ട് പഠിക്കാത്തതുകൊണ്ട് അവർക്ക് ഇത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. സങ്കീർത്തനം 1 ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. അനേക ക്രിസ്ത്യാനികൾക്കും വളരെ സുപരിചിതമായ ഭാഗമാണ്. ഇവിടെ ദാവീദ് ഇപ്രകാരം പറയുന്നു: യഹോവയുടെ ന്യായപ്രമാണത്തിൽ, അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ 2-ാം വാക്യം ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ആ കാലഘട്ടത്തിൽ അത് പഴയ ഭാഗങ്ങളായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, മോശയുടെ 5 പുസ്തകങ്ങളും അതുപോലെ മറ്റു ചില ബുക്കുകളും ദാവീദിൻ്റെ കാലത്ത്. അത് പഴയ നിയമത്തിൻ്റെ വളരെ ചെറിയൊരു ഭാഗമായിരുന്നു. അതുമാത്രമേ ദാവീദിനുള്ളായിരുന്നു, ദൈവവചനം. അവൻ പറയുകയാണ്, ഈ ദൈവവചനം ധ്യാനിക്കുന്ന മനുഷ്യൻ അവൻ ഭാഗ്യവാനാണ്. അവനതിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താനായിട്ട് വായിക്കുന്നതിനെക്കുറിച്ചല്ല, എന്നാൽ അവൻ്റെ സന്തോഷം ഇതിൽ ന്യായപ്രമാണത്തിൽ ആണ്. അതവൻ രാപ്പകൽ ധ്യാനിക്കുകയാണ്. അവൻ വായിക്കുന്നത് അല്പസമയം സിനഗോഗിൽ വെച്ചാകാം. അവനത് കേട്ടു, അതിനുശേഷം അവനത് ധ്യാനിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ വീട്ടിലൊരു വേദപുസ്തകമില്ല. ഞാൻ പറഞ്ഞല്ലോ, ആ നാളുകളിൽ ഇങ്ങനെയുള്ള ബൈബിളില്ല. എന്നാൽ അത് സിനഗോഗിലുണ്ട്. ദാവീദിന് അവിടെ ചെല്ലുമ്പോൾ അത് കേൾക്കാനായിട്ട് കഴിയും. അതിനുശേഷം അവനത് ധ്യാനിക്കും ആ ദിവസം മുഴുവനും. അവൻ പറയുന്നു, അങ്ങനെ ഒരു മനുഷ്യൻ, അവൻ ആറ്റരികെ നട്ടിരിക്കുന്ന ഒരു വൃക്ഷം പോലെ, തക്ക കാലത്തെ ഫലം കായ്ക്കുന്നതും അതിൻ്റെ ഇലകൾ ഒരിക്കലും വാടുകയില്ല. അവൻ ചെയ്യുന്നതൊക്കെയും സ്വാധിക്കും. എത്ര മനോഹരമായൊരു ചിത്രമാണത്. ഒരു വൃക്ഷം ഒരിക്കലും വാടാത്തത്.
എപ്പോഴും പച്ചയായിരിക്കും. ഇങ്ങനെയാണ് അത് ആ മനുഷ്യനെ വിവരിക്കുന്നത്, ദൈവവചനം എപ്പോഴും ധ്യാനിക്കുന്ന ഒരു മനുഷ്യനെ. അത് പുതുക്കത്തിൻ്റെ ഒരു ചിത്രമാണ്. എപ്പോഴും പച്ചയായി നിൽക്കുന്ന ഒരു വൃക്ഷം, അത് പുതുക്കത്തിൻ്റെ ഒരു ചിത്രമാണ്. ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് പുതുക്കത്തിൻ്റെ വഴി അത് ദൈവവചനം ധ്യാനിക്കുന്നതിലൂടെയാണ്. അനേക വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഞാൻ ദൈവവചനം ധ്യാനിക്കുമ്പം എൻ്റെ ജീവിതം അത് പുതുക്കമുള്ളതാവുന്നു. എനിക്കൊരിക്കലും ഉണങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ദൈവം തൻ്റെ വചനം എനിക്ക് തരുന്നു. യേശുക്രിസ്തു പരീക്ഷയെ ജയിച്ചതുപോലെ എനിക്കും പരീക്ഷയെ നേരിടുവാൻ വേണ്ടി മാത്രമല്ല, ഇതുപോലെ തന്നെ മറ്റൊരാൾ പരീക്ഷ അനുഭവിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ടതിനായിട്ടും ദൈവം എനിക്കൊരു വചനം നൽകും. അത് ഞാനൊരു പ്രസംഗകനായോണ്ടല്ല. ദൈവം നിങ്ങൾക്കും ആ വചനം തരാൻ കഴിയും. നിങ്ങൾക്കൊരു പക്ഷേ ഒരു പ്രസംഗപീഠത്തിൽ നിന്ന് ഇത്രയും സമയം പ്രസംഗിക്കാൻ കഴിയില്ലായിരിക്കും. അത് ഒരു വരമാണ്. അവൻ നിങ്ങൾക്കൊരു വചനം തരാം, ആവശ്യത്തിലിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ. അതൊരു പക്ഷെങ്കിൽ ഒരു വാക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇമെയിൽ. ദൈവവചനത്തിലെ ഒരു വാക്യം ഒരു പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന ഒരാൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സംഗ്രഹിച്ചിരിക്കുന്ന അതിൽ നിന്ന് ഒരു വാക്കെടുത്ത് തരും. ഒരു ശരിയായ വാക്ക് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റൊരാളെ സഹായിക്കാനായിട്ടും. മനോഹരമായ കാര്യമല്ലേ അത്? അത് നിന്നെ മാത്രമല്ല പുതുക്കമുള്ളതാക്കുന്നത്, അവിടെ അതൊരു ഫലം നൽകും. അവിടെ വായിക്കുന്ന പോലെ തക്ക കാലത്ത് ഫലം നൽകും. അതിൻ്റെ അർത്ഥം ആ വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ നിന്ന് ഫലമുണ്ടാവും. നിങ്ങൾക്കറിയാമല്ലോ, ഒരു മരം കായ്ക്കുന്നത് തനിക്ക് വേണ്ടി തന്നെയല്ല. എല്ലാ വൃക്ഷവും ഫലം കായ്ക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അവരാണ് ആ ഫലം കഴിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ദൈവവചനം ധ്യാനിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പറയുന്നു, അവൻ എപ്പോഴും പുതുക്കമുള്ളവനായിരിക്കുന്നു. അതിൻ്റെ വില എപ്പോഴും വാടാതെ നിൽക്കുന്നു. 365 ദിവസവും അവൻ പുതുക്കമുള്ളവനായിരിക്കുന്നു. അതുപോലെ അവൻ ഫലം കായ്ക്കുന്നു. തക്ക കാലത്തിൻ്റെ അർത്ഥം ആവശ്യമുള്ളപ്പോൾ മറ്റുള്ളവർക്ക് വന്നത് എടുക്കാം. അത് കഴിച്ച് അവനും പുതുക്കമുള്ളവനാകുന്നു. ഇങ്ങനെ ജീവിക്കുന്നത് മനോഹരമായൊരു കാര്യമല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ തുറക്കുക, ദൈവവചനം വായിക്കുക, അതിനെ ധ്യാനിച്ച് പിശാചിനോട് യുദ്ധം ചെയ്യുക. ഒരു വാള് പോലെ ഈ ആത്മീയ ആഹാരം കഴിച്ച് ബലപ്പെടുക. അതിനെ ഇങ്ങനെ ഒരു വൃക്ഷം പോലെ ആ നദിയിൽ നിന്ന് വെള്ളം വലിച്ചു കുടിക്കുന്നത് പോലെ അങ്ങനെ അത് എപ്പോഴും പുതുക്കമുള്ളതായിട്ടിരിക്കുന്നു. ഇവിടെ പറയുന്ന ആറ്റരികെ അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇവിടെ ദൈവവചനത്തെ വെള്ളമായിട്ട് ഉപമിച്ചിരിക്കുന്നു. അതിങ്ങനെ വേരിൽ കൂടെ ആ വൃക്ഷത്തിലേക്ക് ഒഴുകി എത്തുകയും ആ വൃക്ഷത്തെ എപ്പോഴും പുതുക്കമുള്ളതായിട്ട് നിർത്തുന്നു, എല്ലായ്പ്പോഴും. അതുപോലെ ജീവരസത്തിൽ കൂടെ ഫലമുണ്ടാകുന്നു അതിൻ്റെ കൊമ്പുകളിൽ. അങ്ങനെ മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുന്നു. ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതിലൂടെയാണ്. വേറെ ചില കാര്യങ്ങളിലൂടെ സംഭവിക്കുന്നുണ്ട്. അത് നാം കാണുന്നത് യെരമ്യാവിൻ്റെ പുസ്തകം 23-ാം അധ്യായം. ദൈവവചനത്തെ അവിടെ ഒരു ചുറ്റികയായും തീയായും പറയുന്നു. യെരമ്യാവ് 23-ാം അധ്യായത്തിൽ അവൻ്റെ വചനത്തിന് ഈ ശക്തിയുണ്ട്. യെരമ്യ പുസ്തകം 23-ൽ കാണുന്നു പലതരത്തിലുള്ള കള്ളപ്രവാചകന്മാർ. ഇവിടെ അവൻ പറയുന്നു ഞാൻ ഈ പ്രവാചകന്മാരെ അയച്ചിട്ടില്ല. അവർ വചനങ്ങൾ പറയുന്നു, എന്നാൽ അവർ പറയുന്ന ആ വചനങ്ങൾ ഫലമുണ്ടാക്കുന്നില്ല. അവൻ പറയുന്നു, ഞാൻ അവർക്ക് എൻ്റെ വചനം നൽകിയിരുന്നെങ്കിൽ അത് ഫലം കൊണ്ടുവരുമായിരുന്നു, എന്നാൽ ഞാൻ അവരോട് സംസാരിച്ചിട്ടില്ല. അവസാനമായിട്ട് 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതൊരു ചുറ്റിക പോലെയാണ്, അത് പാറയെ പൊട്ടിക്കാൻ കഴിയും, അതൊരു തീ പോലെയാണ്. നിങ്ങൾക്കറിയാമോ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുന്നിലുള്ള പുരോഗതിയെ തടയുന്ന പാറകളെ പൊട്ടിച്ചു കളയാൻ കഴിയുവാൻ. ദൈവത്തിൻ്റെ വചനം ഒരു തീ പോലെയുമാണ്. അത് ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹത്തെ കത്തിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെയുള്ള പല ചിത്രങ്ങളും നമുക്ക് കാണാൻ കഴിയും വേദപുസ്തകത്തിലെ വചനത്തെ സംബന്ധിച്ച്. ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയെ കാണിക്കാൻ അത് നമ്മളെ പുതുക്കും, നമ്മളെ പോഷിപ്പിക്കും, പിശാചിനോട് യുദ്ധം ചെയ്യാനുള്ള ശക്തി നമുക്ക് നൽകും, മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വേണ്ടി നമുക്ക് ഫലങ്ങളുണ്ടാക്കും. അതുപോലെ തന്നെ നമ്മെ കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ തീ നമ്മുടെ ഉള്ളിൽ കത്തിക്കും. അതുപോലെ തന്നെ അത് തകർക്കുന്ന ഒരു ചുറ്റികയാണ് മല പോലെ നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ പാറയും. അങ്ങനെ നമുക്ക് ആ വഴിയിൽ കൂടെ കടന്നുപോയി ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റാൻ കഴിയും. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവ ഉദ്ദേശം പൂർത്തീകരിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ദൈവവചനം വേണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.